അങ്ങനെ നമ്മളെല്ലാവരും ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ദി പാട്രിയാർക്ക് അല്ലെങ്കിൽ കുലപതി അല്ലെങ്കിൽ ദ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന സാംസങ്ങിന്റെ എസ് സീരീസിന്റെ ഏറ്റവും പുതിയ S25 സീരീസ് S25 അൾട്ര ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് സീരീസ് തന്നെയാണ്. പക്ഷേ അത് ശരിക്കും വന്നോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി സാംസങ്ങിന്റെ ഗാലക്സി S25 അൾട്രയുടെ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഹലോ എവരിവൺ, ദിസ് ഈസ് ആസിഫ് മുഹമ്മദ് ആൻഡ് യു ആർ വാച്ചിങ് ടെക്കി വിസാർഡ്. ആദ്യം തന്നെ പറയട്ടെ, 2024 ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട, ഒരുപാട് പേര് സ്വീകരിച്ച ഒരു ഫോണാണ് സാംസങ്ങിന്റെ S24 അൾട്ര എന്ന് പറയുന്നത്. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ബിക്കോസ് അതിന്റെ AI ഫീച്ചേഴ്സ് ഒക്കെ മറ്റുള്ള ഫോണുകളിൽ നിന്നും കുറച്ചും കൂടി ഗുണമുള്ളതായിരുന്നു അല്ലേ. അപ്പം S25 അൾട്ര വരുമ്പോഴും അതൊക്കെ തന്നെയാണ് AI ഫീച്ചേഴ്സ് ഒക്കെയാണ് മെയിനായിട്ട് വരുന്നത്. നമുക്ക് ഓരോരോ സെക്ഷൻ എടുത്തിട്ട് അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കി പോകാം അല്ലേ. ഉള്ളത് പറയാലോ, S21 അൾട്ര തൊട്ട് കണ്ടുവന്നിരിക്കുന്ന എക്സാക്ട് സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഐഫോൺ എങ്ങനെയാണോ വരുന്നത് അതേപോലൊക്കെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. സോ ഇതിൽ മേജർ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആകെയുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഗ്രാംസ് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അതേപോലെ 0.4 mm തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഹാൻഡ് ഫീലിൽ ചെറിയൊരു പെർസെന്റേജ് വ്യത്യാസം വരും. പിന്നെ ഒരു സ്ട്രോങ് ടൈറ്റാനിയം ആണ് യൂസ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. അതേപോലെ ഈ പോയിന്റഡ് ആയിട്ടിരുന്ന എഡ്ജസ് ഒക്കെ ഒന്ന് കയറുവാക്കിയിട്ട് കുറച്ചുകൂടി ഫ്ലാറ്റ് ആക്കി പ്രോപ്പറായിട്ട് ഫ്ലാറ്റിലോട്ട് വരികയാണ്. ആക്ച്വലി ഐഫോൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സൈഡൊക്കെ. അങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ബാക്ക് കവർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി S22 അൾട്ര പോലിരിക്കുന്ന, S23 അൾട്ര പോലിരിക്കുന്ന, S24 അൾട്ര പോലിരിക്കുന്ന ഒരു ഫോണായിട്ട് മാറും. ഇൻഹാൻഡ് ഫീൽ അറിയാലോ, ആ ഒരു ഫോൺ കൈ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും S24 അൾട്ര യൂസ് ചെയ്യുന്നുണ്ട്. അത് വരുമ്പോൾ എനിക്ക് ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു പുതിയൊരാൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൽ യാതൊരു കാര്യമില്ല. സോ ഇതിനകത്ത് ആ ഒരു പോരായ്മയായിട്ട് പറയുന്നത് കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതായത് മേ ബി സാംസങ് കംഫർട്ടബിൾ ആയിരിക്കും, ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്, അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഡിസൈൻ ആയിരിക്കാം, അതുകൊണ്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ആസ് എ ടെക് എന്തൂസിയാസ്റ്റ് S21 അൾട്ര തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു മടുപ്പാണ്. രണ്ടാമത്തെ കാര്യം ഡിസ്പ്ലേ ആണ്. സാംസങ്ങിന്റെ ഏതൊരു ഫോൺ നോക്കിയാലും അതിന്റെ ഡിസ്പ്ലേക്ക് ഒരു പ്രത്യേക എടുപ്പ് തന്നെയായിരിക്കും. ഇതിൽ ഡിസ്പ്ലേയിൽ മെയിനായിട്ട് വന്നുള്ള ഒരു മേന്മ അല്ലെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നിയത് ഇതിന്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഗോറില്ല ഗ്ലാസിന്റെ ആർമർ 2 ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്. അത് ഐഫോണൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. അത് S24 അൾട്ര കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കത് റിയൽ ലൈഫിൽ കുറേ അധികം യൂസ്ഫുൾ ആയി. അതായത് നമ്മൾ നല്ല വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ലൈറ്റിന്റെ കീഴിലൊക്കെ നിൽക്കുമ്പോൾ ഫോണിൽ ഈ റിഫ്ലക്റ്റ് ആയിട്ട് ആ ഒരു എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു മരമൊക്കെ കിടന്ന് റിഫ്ലക്റ്റ് ആവുന്നതൊന്നും കുറവായിരിക്കും. അതായത് നമുക്ക് കുറച്ചും കൂടി സ്ക്രീൻ വെളിയിലൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു മച്ച് അപ്ഗ്രേഡഡ് വെർഷൻ ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് S25 അൾട്ര കൊണ്ടുവന്നിരിക്കുന്ന സാംസങ് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബെസൽസ് ഇനിയും ചെറുതായി. S24 അൾട്രയിൽ അത്യാവശ്യം ചെറുതായിരുന്നു, ഇതിൽ ഇനിയും ചെറുതായിട്ടുണ്ട്. കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ഫീൽ വരും. അതുകൊണ്ട് തന്നെ ഒരു 6.9 ഇഞ്ച് ഡിസ്പ്ലേ അതിനകത്ത് വരുന്നത്. അതായത് നേരത്തെ 6.8 ആയിരുന്നു, ചെറിയൊരു വ്യത്യാസം 6.9 ആയി ബിക്കോസ് ഓഫ് ദിസ് ബെസൽ. ഓക്കെ, ഇതിന്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതേ ഉള്ളൂ ഡിസ്പ്ലേയിലുള്ള ചേഞ്ച്. അതായത് പ്രൊട്ടക്ഷൻ ഒന്ന് കൂട്ടി, റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബെറ്റർ ആക്കി, ആൻഡ് ഓൾസോ ബെസൽ ചെറുതായിട്ട് കുറച്ചു. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ S24 അൾട്രയും ഇതുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം തോന്നുന്നില്ല. ആൻഡ് മൂന്നാമത്തെ കാര്യം പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗന്റെ 888 ആണ് എല്ലാവരും അറിയുന്നത് പോലെ. ഈ ഒരു ഫോൺ S24 അൾട്ര എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് ഇതിന്റെ പ്രോസസ്സർ തന്നെയായിരിക്കും. കാര്യം സ്നാപ്ഡ്രാഗൺ 888 ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള, നമുക്കിപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസും പിന്നെ അതേപോലെ തന്നെ ബാറ്ററി കൺസപ്ഷൻ അല്ലെങ്കിൽ ബാറ്ററി എഫിഷ്യൻസി ഇതിനകത്ത് നല്ലതായിട്ട് വരും. അതായത് സാംസങ്ങിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ആണ് അത്. പക്ഷേ ഇങ്ങനെ പറയുന്ന പോലെയല്ല, നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഓൺ പേപ്പേഴ്സ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊസസർ കൊടുത്തിട്ടുണ്ട്. AnTuTu സ്കോഴ്സും മൾട്ടി ടാസ്കിംഗ് ഒക്കെ നമ്മൾ കയ്യിൽ വരുമ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയും. പിന്നെ 40% വേപ്പർ കൂളിംഗ് ചേമ്പർ വലുതാക്കിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാര്യം അത് നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യും. AI പെർഫോമൻസ് കൂടുന്നത് കൊണ്ട് തന്നെ പെർഫോമൻസ് ഈ പ്രൊസസറിന്റെ ആവശ്യം വരും, അതുകൊണ്ട് തന്നെ ഹീറ്റ് ആവും. സോ നമുക്ക് ഈ ഒരു കൂളിംഗ് ചേമ്പർ ഉണ്ടല്ലോ, വേപ്പർ ചേമ്പർ, അത് നമുക്ക് അത്യാവശ്യമാണ്, അത് വലുതാക്കേണ്ട അത്യാവശ്യമാണ്. അടുത്തതായിട്ട് ബാറ്ററിയിലൊന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല. 5000 mAh ബാറ്ററി തന്നെയാണ്. അതായത് ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. എക്സാക്ട് സെയിം S24 അൾട്ര ഉള്ളവനുള്ളത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ബാറ്ററി പറ്റി കാര്യമായിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും സാംസങ്ങിനില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്നാപ്ഡ്രാഗൺ 888 വരുമ്പോഴുള്ള എനർജി എഫിഷ്യൻസിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കും. ഇനി ക്യാമറ, സാംസങ്ങിന്റെ S24 അൾട്ര എന്ന് പറഞ്ഞാലേ നമ്മൾ ആദ്യം ചാടി കയറുന്നത്, അല്ലെങ്കിൽ ഞാൻ ആദ്യം ചാടി കയറുന്നതിന്റെ ക്യാമറയിലായിരിക്കും. ഇവർ ക്യാമറയുടെ കാര്യം അധികം ശ്രദ്ധിച്ചിട്ടില്ല. ക്യാമറ ഉണ്ടല്ലോ അവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് തോന്നുന്നു ഇത്തവണ നോക്കിയത്. 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് മാറി 50 മെഗാ പിക്സൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്രോ ഷോട്ട്സിലും അൾട്രാ വൈഡ് ഷോട്ട്സിലും കുറച്ച് ബെറ്റർ പെർഫോമൻസ് വരും. അതും നമുക്ക് നോട്ടീസബിളി പോലും അധികം കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അടുത്തായിട്ട് പറയുന്നത് IP68 സർട്ടിഫിക്കേഷൻ ആണ് അത് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോക്കോടെ ഒരു ഫോൺ നമ്മൾ അൺബോക്സ് ചെയ്തില്ലേ, അതിനകത്ത് നമുക്ക് IP69 വരുമായിരുന്നു. ഈ സമയത്ത് ഉള്ള എല്ലാ സ്മാർട്ട് ഫോണും IP69, 68, 66 എല്ലാം കൂടെ കപ്പിൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ IP68 തന്നെ നിൽക്കുകയാണ്. അതിലും കാര്യമായിട്ട് ഇംപ്രൂവ്മെന്റ് ഇല്ല. സോ ബേസിക്കലി ഹാർഡ്വെയറിലും ബിൽഡിലും ഒരു ചേഞ്ചും കാര്യമായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടില്ല.
ചെറുതായിട്ട്, അതായത് പുതിയൊരു വേർഷൻ ഇറക്കുകയാണല്ലോ എന്ന് പറഞ്ഞാൽ സൈഡും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുന്നത് ഒരു പോളിഷ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. കാര്യം ബാക്കിയെല്ലാം സെയിം ആണ്, എക്സാക്ട്ലി സെയിം ആണ്. വന്നത് മൊത്തം ഈ ഒരു UI സൈഡാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സൈഡിലാണ്. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് സ്കിൻ ആയിട്ടുള്ള One UI 7 സംഭവം മൊത്തം ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് 75% സാംസങ്ങിന്റെ ഈ ഒരു ചെറിയ അപ്ഗ്രേഡ് മൊത്തം സോഫ്റ്റ്വെയറിലാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോമഡീസ് ഉണ്ട്. അതായത് ആദ്യത്തെ കോമഡി S24 അൾട്രയിലും ഈ പറയുന്ന One UI 7 മുക്കാലും നല്ല ഏകദേശം 90% ഫീച്ചേഴ്സും കിട്ടും. രണ്ടാമത്തെ വലിയ കോമഡി സാംസങ്ങിന്റെ ഈ ഒരു ഗാലക്സി AI അല്ലെങ്കിൽ AI ഫീച്ചേഴ്സ് ഒക്കെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറയും. അതെല്ലാം 2025 വരെ ഉള്ളൂ ഫ്രീ. അതായത് ഇതിന്റെ എൻഡോട് കൂടി ഇതിന്റെ ആ ഒരു ഫ്രീ കൺസപ്ഷൻ മാറും. പിന്നെ നമ്മൾ പേ ചെയ്യണം, അത് എത്രയാണെന്ന് അറിയത്തില്ല. AI ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ One UI 7 മേജർ ആയിട്ടുള്ള പോസിറ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 years ഓഫ് OS അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഐഫോൺ ഒക്കെ 5 years തരുമായിരുന്നു, അതായത് ടോപ്പ് ഒരു സമയം. പിന്നെ ഈ ഒരു AI സൈഡ് വരുവാണെങ്കിൽ അത് തന്നെ നമ്മൾ ഒരു പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ ബിക്സ്പി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നത്, സാംസങ്ങിന് ചളവായി പോയ ഒരു കാര്യമാണ്, ആരും ഉപയോഗിക്കാത്തൊരു സാധനമാണ്. അത് ജെമിനിയുമായിട്ട് കൂട്ടുപിടിച്ചിട്ട് ഗാലക്സി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഫംഗ്ഷണൽ ടൂൾ ആയിട്ട് മാറി കാണാം. അത് ആക്ച്വലി യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതായത് ഈ ഓവറോൾ ഫോണിനെ കുറച്ചും കൂടി AI മുക്കിയെടുത്തേക്കുന്ന പോലെ ആയിരിക്കും ഈ ഒരു ബിക്സ്പി പ്ലസ് ജെമിനി വരുമ്പോഴത്തേക്ക്. ഇതിനകത്ത് മേജർ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ക്രോസ് ആപ്പ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ കൺട്രോൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഇതിനെ വെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മീറ്റിംഗ് ഉണ്ട്, കലണ്ടേഴ്സ് ഉണ്ട്, ഇങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് മ്യൂച്വലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് വോയിസ് കമാൻഡ്. അത് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് ഇതിനകത്ത് വർക്ക് ആവും ബാക്കിയുള്ള ഫോണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ജെമിനി എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഗൂഗിൾ ഫോണിലൊക്കെ വരുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഫോണിലേക്കും വരും. പക്ഷേ സാംസങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് ഗാലക്സിയുടെ ഇന്റഗ്രേഷനും സാംസങ്ങിന് മാത്രമുള്ള കുറേയധികം ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നോട്ട്സ് അല്ലെങ്കിൽ ഹെൽത്ത്, ഇതൊക്കെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാംസങ്ങിന്റെ പടി കുറച്ച് മുകളിലായിരിക്കും. പിന്നുള്ള AI ഫീച്ചർ എന്ന് പറഞ്ഞാൽ നൗ ബാർ എന്ന് പറഞ്ഞ ഫീച്ചർ വന്നിട്ടുണ്ട്. അത് ലോക്ക് സ്ക്രീനിൽ നമുക്കിങ്ങനെ വരും, കറണ്ട് ടാസ്ക് ഒക്കെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ പോലെ ചെറുതായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, സ്വൈപ്പ് ചെയ്ത് കാണാൻ പറ്റും. പിന്നുള്ളത് ക്യാമറയിലെ AI ഫീച്ചറാണ്. ഇത് ഒരു നല്ല ടൂളാണ്, നമ്മൾ ഐഫോണിൽ കണ്ടതാണ് കേട്ടോ. ആക്ച്വലി വോയിസ് ഐസൊലേഷൻ എന്ന് പറഞ്ഞ പരിപാടി, അതായത് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോസിന്റെ വോയിസ് നമുക്ക് വേറൊരു സോഫ്റ്റ്വെയർ ഇല്ലാതെ AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വോയിസ് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഐഫോൺ കണ്ടില്ലേ, അതിന്റെ ഒരു വിൻ നോയ്സ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള വേറെ വീഡിയോസിൽ മാറ്റാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യം കേട്ടോ. ഐഫോണിൽ ഞാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നുള്ള അപ്ഗ്രേഡ് AI സ്മാർട്ട് സെലക്ട് ആണ്. കഴിഞ്ഞ വട്ടം മൊത്തം നമ്മൾ ഞെക്കി കറക്കുന്ന ഗൂഗിളിന്റെ സർക്കിൾ ടു സെർച്ച്, അതായത് സാംസങ്ങിന്റെ സർക്കിൾ ടു സെർച്ച്, ഗാലക്സി എന്നൊക്കെ പറഞ്ഞ സാധനം ഇപ്പോൾ ഒരു AI സെലക്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഇത് വെയ്ക്ക് ചെയ്തിട്ട് AI സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡി ടു, അതായത് ആ ഒരു സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്തിട്ട് സെൻസ് ചെയ്തിട്ട് അടുത്ത ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കും. അതായത് ഒരു ടെക്സ്റ്റിന്റെ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു AI സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്യട്ടെ അത് ചെയ്യട്ടെ എന്നുള്ളൊരു ഓപ്ഷൻ വന്ന് കിടക്കും. കുറച്ചും കൂടി പ്രൊഡക്ടിവിറ്റി കൂട്ടും. ഇതേ ഫീച്ചർ കൊണ്ട് നമുക്ക് വീഡിയോസിൽ നിന്ന് നിപ്പിൽ ഗിഫ്റ്റ്സ് ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏത് പാട്ടാണ് പ്ലേ ചെയ്യുന്നത്, ഇപ്പോൾ യൂട്യൂബിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുകയാണ് അല്ലെങ്കിൽ വേറെ എവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് ഏത് പാട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റും. കോൾ റെക്കോർഡിംഗ് ട്രാൻസ്ക്രിപ്ഷൻ, അതായത് നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോൾ റെക്കോർഡിംഗ് ഫുൾ ഒരു കോൺവെർസേഷൻ പോലെ മെസ്സേജ് പോലെ ട്രാൻസ്ക്രൈബ് ചെയ്ത് തരും. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ആയിട്ടുള്ള സമ്മറൈസിങ്, നമ്മൾ സൈറ്റിലൊക്കെ പോയിട്ട് ആ എൻ്റയർ സൈറ്റ് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ നേരത്തെ ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി റീഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലേക്ക് ഒന്ന് മാറി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ AI എറേസർ നേരത്തെയുള്ള സാധനം തന്നെയാണ്, അതും കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് വർക്കാവും ഈ ഒരു സീരീസിനകത്ത്. പിന്നെയുള്ള നമ്മൾ മറ്റേ ഫോൾഡിന്റെ ഒക്കെ സീരീസ് ഇറങ്ങിയപ്പോഴേ നമുക്ക് കുറച്ചുകൂടി ആർട്ടിസ്റ്റിക് ആയിട്ട് AI യൂസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതായത് പടം വരയ്ക്കാൻ അറിയാത്തവന് പടം വരച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരും. അതുപോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫോട്ടോസിനെ നമുക്ക് പല രീതിയിൽ ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ മാറ്റാൻ പറ്റും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇതിലും മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യതയുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NLPയുടെ യൂസേജ് ഒരുപാട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. NLP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയും. അതായത് ഒരു ഫോണിനെ AI കൊണ്ടുവരുമ്പോഴത്തേക്ക് NLPയും കൂടെ നമ്മളതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഫോൺ നമുക്കിപ്പോൾ മുറി ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാലും ഫോണിന് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് നമുക്കറിയാവുന്ന ഭാഷയിൽ ഫോൺ എടുത്ത് സംസാരിച്ചാൽ പോലും ഫോൺ കാര്യം കത്തും. അപ്പം അതായത് ഏതോ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. സംഭവം ഇത്രേ ഉള്ളൂ. എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ കണ്ണ് വേദനിക്കുന്നു ഫോണിൽ എന്ന് പറഞ്ഞുള്ളൊരു റീസൺ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഐ കംഫോർട്ടിൻ്റെ ഓപ്ഷൻ വരും. അതായത് നേരത്തെ എങ്ങനെ നമ്മൾ ആ ഒരു ഐ കംഫോർട്ട് എന്ന് തന്നെ COMF എന്ന് തന്നെ അടിച്ചു കൊടുത്താൽ മാത്രമേ പല ഫോണുകളും ആ സാധനം വരത്തുള്ളൂ. സോ NLP കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന ഭാഷയിൽ ഫോണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനനുസരിച്ചുള്ള സാധനം ഫോൺ തിരിച്ചു തരും. അതുകൊണ്ട് തന്നെ നമ്മളും ഫോണും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആവും. അത് എല്ലാത്തിലും ഈ പറഞ്ഞ AI ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും നാൾ S24 അൾട്രയിൽ കൊണ്ടുവന്നിരുന്ന കുറച്ച് കൂൾ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിനകത്തുണ്ട്. പ്ലസ് ഇതും കൂടെ വരും. കാര്യം അങ്ങനെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോണുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്ടിവിറ്റി ഉള്ള AI മൊത്തം S24 അൾട്രയിലായിരുന്നു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിനോട് ഇതോടെ വരുമ്പോഴത്തേക്ക് ആ ഒരു ബെഞ്ച് മാർക്ക് അവരൊരു ബെഞ്ച് മാർക്കായിട്ടായിരുന്നു കൊണ്ടുവന്നത്. അത് കുറച്ചുകൂടി ബെറ്റർ ആവും ഞാൻ പറഞ്ഞല്ലേ. ആ ഒരു ബെറ്റർ S24 അൾട്രയിൽ നമുക്ക് കിട്ടും. ജസ്റ്റ് UI അപ്ഗ്രേഡ് ചെയ്താൽ മതി. അതാണ് ഇതിനകത്ത് ആ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്.
സോ ഇതുവരെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇതുവരെയുള്ള ഇവന്റിലും മറ്റുള്ള കാര്യത്തിൽ നിന്നാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഫോൺ കൈ കിട്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ്ങും ഇതിന്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അഫ്കോഴ്സ് ഈ ബിൽഡിലൊക്കെ ചെറിയ ചേഞ്ച് ആണെങ്കിലും ഇൻ ഹാൻഡിൽ എനിക്ക് പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ചേഞ്ച് ഒക്കെ തോന്നും. കാര്യം ഞാൻ S24 Ultra ബാക്ക് കവർ ഒന്നും ഇല്ലാതെ യൂസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ കുറേ മൈന്യൂട്ട് ചേഞ്ചസ് ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങളൊരു പുതിയ കോമൺ കസ്റ്റമർ ആണ്, നിങ്ങൾ S24 Ultra എടുക്കണോ S25 Ultra എടുക്കണോ എന്നൊക്കെ ചിന്ത വരുമ്പോഴത്തേക്ക് കുറഞ്ഞ പൈസയ്ക്ക് S24 Ultra കിട്ടുമെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. കാര്യം ആ ഒരു സംഭവം മനസ്സിലായല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് അപ്ഗ്രേഡ് ആണ് ഇത്തവണ വന്നേക്കുന്നത്. കാര്യമായിട്ടുള്ള വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ സാംസങ്ങിന്റെ ഒരു ഫോൺ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന മറ്റൊരു വെർഷൻ ഉണ്ട്. സോ നിങ്ങളൊരു ഫോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം. അപ്പോൾ ഇതാണ് S25 Ultra പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഇതിനേക്കാളും കൂടുതൽ അഭിപ്രായങ്ങൾ കൂടുതലോ അല്ലെങ്കിൽ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു മറിച്ചൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് ഇനിയും കേൾക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.